ശബ്ദാനുകരണ കലയിൽ വ്യത്യസ്തയാവുകയാണ് നയന എന്ന കൊച്ചുമിടുക്കി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ നയനയുടെ മിന്നുന്ന വിജയം ജീവിത പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്തുകൂടിയായി മാറുകയാണ്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടി തൃശൂർ ജില്ല തലയുയർത്തി നിൽക്കുമ്പോൾ അഭിമാനിക്കാൻ ഏറെയുണ്ട് നയനയ്ക്ക്. നന്ദിക്കര GHSSലെ +1 വിദ്യാർത്ഥിനിയാണ് നയന. മുരിയാട് പഞ്ചായത്ത് 3ാം വാർഡിൽ ആനന്ദപുരം തറയിലക്കാട് സ്വദേശി അരീക്കര വീട്ടിൽ പരേതനായ മണികണ്ഠന്റെ മകളാണ്. തയ്യൽ തൊഴിലാളിയായ അമ്മ പ്രീതിക്കും ചേച്ചി +2 വിദ്യാർത്ഥിനിയായ നന്ദനയ്ക്കുമൊത്ത് ടാർപോളിൻ ഷീറ്റ് മേഞ്ഞ അടച്ചുറപ്പില്ലാത്ത ഒറ്റമുറി വീട്ടിലാണ് നയനയുടെ താമസം. ഉദരരോഗം ബാധിച്ച് 4 വർഷം മുൻപാണ് പിതാവ് മണികണ്ഠൻ മരിച്ചത്. അമ്മയുടെ തുച്ഛമായ വരുമാനത്തിൽ ജീവിതം മുന്നോട്ടു പോകുമ്പോഴും കുഞ്ഞുനാൾ മുതൽ ശീലിച്ച ശബ്ദാനുകരണ കലയെ നയന മുറുകെ പിടിച്ചു. പ്രമുഖ ചാനലിന്റെ റിയാലിറ്റി ഷോയിൽ തന്റെ ശബ്ദാനുകരണ മികവ് പ്രകടിപ്പിച്ച ശ്രദ്ധേയയായ നയന പക്ഷിമൃഗാദികളുടെ ശബ്ദാനുകരണത്തിലാണ് കൂടുതൽ മികവ് പ്രകടിപ്പിക്കുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗം മിമിക്രിയിൽ A ഗ്രേഡ് നേടിയാണ് തിരുവനന്തപുരത്ത് ഈ മിടുക്കി തൃശൂരിന്റെ അഭിമാനമായത്. കുയിലിന്റെ ശബ്ദം കേട്ടാണ് ഞാൻ രാവിലെ ഉണർന്നത്. എഴുന്നേറ്റ് നോക്കിയപ്പോഴോ സമയം 6 മണി. അപ്പോൾ അവനും പോകുന്നുണ്ടായിരുന്നു. ഒപ്പം നമ്മുടെ പിടക്കോഴിയും ചെറിയൊരു കൂലോട് കൂടി നേരം വെളുപ്പിച്ചു. ഒരു ഉണ്ണി അറിയുന്ന ശബ്ദട്ടാ. പൂച്ച തമ്മിൽ കടി കൊടുന്ന ശബ്ദം. തബലവാദനത്തിലും നയനയുടെ വൈദഗ്ധ്യം പ്രകടമാണ്. ഇത്തവണ സബ് ജില്ലാ തലത്തിൽ 1ാം സ്ഥാനം നേടിയെങ്കിലും കൈവേദന മൂലം ജില്ലാ തലത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നതിന്റെ ദുഃഖവും നയനയ്ക്കുണ്ട്. നയനയുടെ നേട്ടം ആഘോഷമാക്കുകയാണ് നന്ദിക്കര GHSSലെ വിദ്യാർത്ഥികളും അധ്യാപകരും. നയനയുടെ നേട്ടം വാർത്തയായതോടെ സഹായഹസ്തവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തി. നയനയ്ക്ക് അടച്ചുറപ്പുള്ള വീട് നൽകുമെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചതായി മാതാവ് പ്രീതി മണികണ്ഠൻ പറഞ്ഞു. അച്ഛന്റെ സ്വപ്നമാണ് മകൾ സാക്ഷാത്കരിച്ചതെന്നും മകളെയോർത്ത് വലിയ അഭിമാനമുണ്ടെന്നും ഈ അമ്മ പറയുന്നു. സ്റ്റേറ്റിൽ പോവാൻ കിട്ടിയത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. ജില്ലയിൽ പോയി മത്സരിക്കുമ്പോൾ 2ാം സ്ഥാനം കിട്ടാറ്. അത് ഒരിത്തിരി അശ്രദ്ധ കൊണ്ടാണ് കിട്ടി പോണത് കേട്ടോ. ഞങ്ങൾക്ക് കൂടെ പഠിപ്പിക്കാൻ ആരില്ലാത്തതിൻ്റെ അവൾക്ക് സ്റ്റേജിൽ കയറാനുള്ള ഒരു പേടിയായിരുന്നു. അത് അച്ഛനാണ് മുന്നിങ്ങനെ ഓരോന്ന് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ഒരു ഇതിൽ ഈ പ്രാവശ്യം കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അച്ഛൻ്റെ 2 ആഗ്രഹങ്ങളായിരുന്നു ഇത്. ഒന്നാമത് തബലയുടെ അരങ്ങേറ്റം കഴിക്കണം, അതൊരാഗ്രഹമായിരുന്നു. അത് ഈ പ്രാവശ്യം കഴിഞ്ഞു. പിന്നെ അച്ഛൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജ് ഷോ ഇല്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റേജ് ഷോയിൽ എൻ്റെ മോള് പോകണം അങ്ങനെ പറയാറുണ്ട്. അച്ഛനുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ല ശരിക്കും കാര്യം. അത് ഒരു പ്രത്യേകതയായിരുന്നു ആൾക്ക്. ഇവളാണ് ഏറ്റവും കൂടുതൽ അച്ഛൻ്റെ കൂടെ നിന്നുണ്ടായിരുന്നത്. അച്ഛൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും അച്ഛനും ഇവിടെ അമ്മൂട്ടെന്നാ വിളിക്കാറ്. ആൺകുട്ടിയായിട്ട് അച്ഛൻ കണ്ടെക്കണത്. പക്ഷിമൃഗാദികളെ ഒരുപാട് സ്നേഹിക്കുന്ന നയനയ്ക്ക് ഒരു വെറ്ററിനറി ഡോക്ടർ ആകണമെന്നാണ് ആഗ്രഹം. ഒപ്പം കലാജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അതിയായ മോഹമുണ്ട്. ഭയങ്കര സന്തോഷമായിരുന്നു. ആദ്യമായിട്ടാണ് സ്റ്റേറ്റിക്ക് ഇങ്ങനെ പോണത്. പിന്നെ കഴിഞ്ഞ കൊല്ലമൊക്കെ കിട്ടാണ്ടായ വിഷമം ഉണ്ടായിരുന്നു. അത് കുറച്ച് എനിക്ക് മടി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ഒരു മാഷ് ഉണ്ടായിരുന്നില്ല പഠിപ്പിക്കാനായിട്ട്. അപ്പൊ ഞാൻ തന്നെ ചെയ്യണോണ്ട് എനിക്കൊരു മടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ജില്ലാ മത്സരത്തിന് പോയപ്പോ ഒരു മാഷിനെ കിട്ടി. അവിടുന്ന് എന്റെ പരിപാടി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് മാഷ് എനിക്ക് ചെയ്തു തരാന്ന് പറഞ്ഞു, ഫ്രീ ആയിട്ട് പഠിപ്പിച്ചുതരാന്ന് പറഞ്ഞു. ഷഫീഖ് എന്ന പേര്, കൊടുങ്ങല്ലൂരാണ് വീട്. അപ്പൊ ആ സാറ് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വാട്സപ്പിൽ അയച്ചിരുന്നു. അങ്ങനെ ഓരോന്ന് സ്ക്രിപ്റ്റ് ആക്കി ഓരോന്നായിട്ട് ഇങ്ങനെ അയച്ചു. അതിങ്ങനെ കേട്ട് പഠിച്ച് അങ്ങനെയാണ് ഒരു സ്ക്രിപ്റ്റ് ഇതിലേക്ക് ആക്കിയത്. സ്റ്റേജിൽ കയറാൻ പോണതിന് മുന്നേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അമ്മോട് ഞാൻ പറഞ്ഞ് കരയായിരുന്നു എനിക്ക് പേടിച്ചിട്ട്. അപ്പോ ആ ടൈമിൽ എന്നെ മാഷിന്റെ ഒരു വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ വോയിസ് കേട്ടിട്ട് അപ്പോഴാണ് ഞാൻ പേടിയില്ലാണ്ടായിട്ട് സ്റ്റേജിന്റെ അവിടേക്ക് കയറിയത്. പിന്നെ എനിക്ക് കുറെ പൂച്ചകളുണ്ട്. അപ്പൊ പട്ടീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പട്ടിയൊന്നുമില്ല വീട്ടില്, പിന്നെ പൂച്ചകളുണ്ട്. അപ്പൊ ഇവരവിടൊക്കെ ഇങ്ങനെ ഓരോ മൃഗത്തിന്റെ ഒക്കെ സൗണ്ട് ഉണ്ടാക്കി അങ്ങനത്തെ ഇങ്ങനെ പേടിപ്പിക്കും, അങ്ങനെയൊക്കെ കളിക്കും. അപ്പൊ അങ്ങനെയാണ് മൃഗങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്.
സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയിൽ പ്രതിസന്ധികൾ ഏറെയുണ്ടെങ്കിലും കനിവുള്ള കരങ്ങൾ താങ്ങാവുന്നതിന്റെ കരുത്തിൽ മുന്നേറാം എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നയനയും അമ്മയും സഹോദരിയും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മിന്നുന്ന പ്രകടനത്തോടെ തൃശൂർ ജില്ല സ്വർണ്ണക്കപ്പ് ഉയർത്തുമ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗം മിമിക്രിയിൽ എ ഗ്രേഡ് നേടി അതിൽ തന്റെ കയ്യൊപ്പ് ചാർത്തുകയാണ് നയന മണികണ്ഠൻ എന്ന ഈ മിടുക്കി. തനിക്ക് ചുറ്റുമുള്ള പക്ഷിമൃഗാദികളുടെ ശബ്ദങ്ങൾ അനുകരിച്ചാണ് നയന മിമിക്രിയിൽ എ ഗ്രേഡ് നേടിയത്. നയനയെ തേടി ഞങ്ങളിവിടെ എത്തിയപ്പോൾ നയനയുടെ പൂച്ച ഒന്ന് കരഞ്ഞു. നയന ഞങ്ങളോട് പറയുകയായിരുന്നു അത് തന്റെ കുഞ്ഞിനെ അന്വേഷിക്കുകയാണെന്ന്. നയന അങ്ങനെയാണ്. തന്റെ വീട്ടിലെ പൂച്ചയുടെ ശബ്ദം പൂച്ചയോട് സംസാരിക്കാൻ നയനയ്ക്ക് കഴിയും. തന്റെ വീടിന് ചുറ്റുമുള്ള മരങ്ങളിൽ വന്നിരിക്കുന്ന കിളികളുടെ ശബ്ദം അനുകരിക്കുക മാത്രമല്ല, അവർ സംസാരിക്കുന്നത് മനസ്സിലാക്കാൻ കൂടി കഴിയുന്നു എന്ന് നയന പറയുമ്പോൾ ശബ്ദാനുകരണത്തിൽ വലിയ പ്രതീക്ഷയാണ് നയന മണികണ്ഠൻ എന്ന ഈ മിടുക്കി നമുക്ക് നൽകുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.